അപ്പോൾ ചാന്ദിനി, അപ്പോൾ നമ്മുടെ സ്കൂൾ ജില്ലാ കലോത്സവം പയ്യന്നൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 4ാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കൂടെ കുറെ മലയാളി മംഗന്മാരാണ് ചേർന്നിരിക്കുന്നത് അല്ലെ. അതായത് കേരളത്തിന്റെ തനത് കലയാണ് അല്ലെ തിരുവാതിര കളി. അത് തിരുവാതിര കളിയിലെ മംഗന്മാരാണ് നമ്മോടൊപ്പം ചേരുന്നത്. മക്കളെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കീഴൂർ വാർണവേഴ്സ് യുപി സ്കൂൾ. അതല്ലേ, കളിച്ചോ? നന്നായി കളിച്ചു അല്ലേ. അപ്പൊ ആരാ ഇതിൽ പാട്ട് പാടുന്നത്? ഒന്ന് നിങ്ങളുടെ പാട്ടൊന്ന് പാടിയേ. പാടിക്കോളൂ പാടിക്കോളൂ, എല്ലാരും കൂടും കേട്ടോ. ഉമാ മഹേശ്വര കുമാര ഗണപതി നമാമി ഗജമുഖദയാനിധേ. ഉമാ മഹേശ്വര കുമാര ഗണപതി നമാമി ഗജമുഖദയാനിധേ. നന്നായിരുന്നു കേട്ടോ. അപ്പോ ചാന്ദിനി, നമുക്ക് വേറൊരു ടീം കൂടി ഉണ്ടല്ലോ, അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചുണക്കുട്ടികൾ കളിച്ചിറങ്ങിയവരാണ്. നല്ല രീതിയിൽ തന്നെ ഇവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളെ. നിങ്ങൾ ഏത് സ്കൂളാ? AS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അഞ്ചരക്കണ്ടി. അപ്പോ കളിച്ചതിന്റെ കോൺഫിഡൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കിട്ടുമോ? നമുക്ക് ജില്ലയിൽ 1ാം സ്ഥാനം അടിക്കുവോ? വാങ്ങണം. ആ ഒരു കോൺഫിഡൻസിലല്ലേ കളിച്ചതല്ലേ. നമ്മുടെ ഇതിലെ പാട്ടുകാരാരാ? നമുക്ക് അതിലേം രണ്ടുപേര് കേൾക്കാലോ. നമുക്ക് ഇവരോട് കോമ്പറ്റീഷൻ കളിക്കണ്ടേ? വാ അടുത്തോട്ട് പാടിക്കോളൂ പാടിക്കോളൂ. പാടി കുമ്മി. കാട്ടുപൂച്ചോലകൾ പൊട്ടിച്ചിരിക്കണ കാട്ടുമുല്ലപ്പൂ മുക്കുറ്റിയും പിച്ചകം തെച്ചി മൊച്ചമ്മയും നല്ല കറുകയും കൂട്ടിനുണ്ടേ, നല്ല കറുകയും കൂട്ടിനുണ്ടേ. കാറ്റൊന്ന് വീശണമാരിയും പെയ്യണ കൂട്ടിനെ നീയും പോരണുണ്ടോ? കേൾക്കണുണ്ടെന്നോ തോറ്റവും പാട്ടും ആട്ടം ഇന്നാടാൻ പോരണുണ്ടോ? ആട്ടം ഇന്നാടാൻ പോരണുണ്ടോ? ആടാമിന്നാടിയിട്ട് പാടാമാരോ മലൻ കനവായി ആരോരും വന്നിലൈ വഴി പോരൂ നീ എൻ കണവായി, പോരൂ നീ എൻ കണവായി. നമ്മുടെ ഈ തിരുവാതിര കളിയുടെ 2 ഭാഗം കേട്ടു. കുമ്മിയും കേട്ടു, തുടക്കവും കേട്ടു. അപ്പൊ അതുപോലെ നമുക്ക് ഇവരെ പഠിപ്പിച്ച അധ്യാപകരുണ്ടല്ലോ, അവരുടെ എഫേർട്ട് നമുക്ക് പറയാം. അവരോടൊന്നും ചോദിച്ചോ. നമ്മുടെ ഈ സ്കൂളിന്റെ ഇത് നിങ്ങളുടെ തിരുവാതിര കളിയുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ആരാ? അപ്പൊ സപ്പോർട്ടിങ് ആരാ? ജ്യോതിഷ്. അപ്പോ സാർ എന്ത് തോന്നുന്നു? കുട്ടികളെ പ്രതീക്ഷ രീതിയിൽ കളിച്ചിട്ടുണ്ടോ? പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് കളിച്ചു. സബ് ജില്ലയിൽ ഇത്ര നന്നായിട്ട് കളിച്ചിരുന്നില്ല. അതിനേക്കാൾ എത്രയോ നന്നായിട്ട്, പിന്നെ കുറേ ദിവസം നല്ലോണം പ്രാക്ടീസ് ചെയ്ത കുട്ടികൾ, അതിന്റെ നല്ലൊരു എഫേർട്ട് സ്റ്റേജിൽ കാണാനുണ്ടായിരുന്നു. നന്നായിട്ട് കളിച്ചു. അപ്പൊ എത്ര നാളെടുത്ത് ഇവരൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ? ഇതിപ്പോ നമ്മള് സ്കൂൾ തലം തൊട്ടിട്ട് ഒരു രണ്ട് മാസമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ UP ഭാഗത്തിന് സ്റ്റേറ്റ് ഇല്ലല്ലോ, തലസ്ഥാനം ഇല്ലല്ലോ അല്ലെ? ഇതായിരുന്നു നിങ്ങളുടെ മാക്സിമത്തിന്റെ ഇവിടെ. അത് ആ ഒരു രീതിയിൽ തന്നെ അവിടെ കളിച്ചിട്ടും ഉണ്ടാകണം എന്നാണ്. നമ്മുടെ ഈ തിരുവാതിര കളി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ചുരുക്കം എന്താ? നമ്മുടെ ഈ തിരുവാതിര കളിയുടെ തിരുവാതിര കളി എന്ന് പറഞ്ഞാൽ സാധാരണ പണ്ട് കാലങ്ങളിൽ തിരുവാതിര നൊയമ്പ് നോറ്റിട്ട് അവർ ചെയ്യുന്നതാണ്, സ്ത്രീകൾ ചെയ്യുന്നതാണ്. അത് പിന്നെ അതിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിങ്, പിന്നെ അതിന്റെ പദം, പിന്നെ കുമ്മി, പിന്നെ മംഗളം. അങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത്. അത് തനിന്റെ ചിട്ട വരുന്നത്. അതിന്റെ തനതായ ഡ്രസ്സിങ്ങും കാര്യങ്ങളും അതെല്ലാം ചെയ്താക്കിയിട്ടുണ്ട്. അതിന്റെ കോസ്റ്റ്യൂം ചെയ്തത് ഇവരാണ് ചെയ്തത്. ജിതേച്ചിയാണ് കോസ്റ്റ്യൂം. നമ്മുടെ ഈ കോസ്റ്റ്യൂമിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? തനത് കലയല്ലേ, തിരുവാതിരക്ക് ഹെയർ സ്റ്റൈലൊക്കെ പുഷ്പങ്ങൾ വേണം. അമ്മക്കെട്ട്, മുടികെട്ട് അമ്മക്കെട്ടായിരിക്കണം. അത്തരത്തിൽ അതൊക്കെ നിർബന്ധമായിട്ടുണ്ടല്ലേ കലോത്സവത്തില്. അപ്പോ നമ്മുടെ ബഷീർ മാഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജ്യോതിഷിലേക്ക് വരാം. ജ്യോതിഷ്, പിന്നെ ഇവിടെ നമ്മുടെ ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ ഡാൻസ് പഠിപ്പിക്കുന്ന, പണ്ട് മുതലേ ഡാൻസിലേക്ക് വരുന്നവരുണ്ട്. ഈ യുവതലമുറ ഡാൻസിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലേ പൊതുവെ? പിന്നെ ഇപ്പോഴും വരുന്നു. അതൊരു താല്പര്യം കൊണ്ട്, ഡാൻസിനോടുള്ള താല്പര്യം. ജ്യോതിഷ് പൊതുവെ ഡാൻസ് കളിക്കുന്നതാണോ? കളിക്കുന്നതാണ്, പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴാണ് പിന്നെ ഇപ്പോ ഈ കലോത്സവ വേദിയിലേക്ക് ഇറങ്ങിയത് അല്ലേ? അപ്പോ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോ ഈ ഇപ്പൊ കലോത്സവ വേദിയിൽ പ്രതീക്ഷിച്ച ഒരു എഫക്ട് കിട്ടിയോ കുട്ടികളുടെ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചാന്ദനി, നമുക്ക് നമ്മുടെ വാർഡുന്നവർ UP സ്കൂളിലെ കുട്ടികളുണ്ട്. അവരുടെ അധ്യാപകരുടെ കാര്യങ്ങൾ ചോദിച്ചാൽ എന്താ പേരെന്താ? മിനി ടീച്ചറാണോ പഠിപ്പിച്ചത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു കുട്ടികൾ സൂപ്പറായിട്ട് കളിച്ചു അല്ലെ? പ്രൈസ് കിട്ടുക എന്നുള്ളത്, നന്നായി കളിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും പെർഫോമൻസ് സൂപ്പറായിട്ടുണ്ടല്ലേ? എത്ര ദിവസം എടുത്തു ഇത് പഠിപ്പിക്കാൻ? 1 മാസം കൊണ്ട് പഠിച്ചു. എല്ലാവരും രാവിലെ വന്ന് കളിക്കുവോ അല്ലെ? സ്കൂള് തുടർച്ചയായിട്ട് തിരുവാതിര കളിയിൽ പങ്കെടുക്കുന്നുണ്ടോ?
ആ നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്തു. കഴിഞ്ഞ വർഷവും പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനില്ല. തിരുവാതിരക്കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേദിയിലേക്ക് പോകാം.